ഇപ്പോൾ ടെലഗ്രാമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെൻഡ് ചെയ്തിട്ടുള്ള മെസ്സേജ് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓൾറെഡി സെൻഡ് ചെയ്തിട്ടുള്ള ഒരു മെസ്സേജ് എങ്ങനെ നമുക്ക് ടെലഗ്രാമിൽ എഡിറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടെലഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏത് ചാറ്റത്തെ മെസ്സേജാണോ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് ആ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിലുള്ള മെസ്സേജസും അതുപോലെ തന്നെ ചാനൽസിലുള്ള മെസ്സേജസും എഡിറ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഞാൻ ഈ ഒരു കോൺടാക്റ്റിലുള്ള ഒരു മെസ്സേജ് എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഒരു മെസ്സേജ് അയക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇനി മെസ്സേജ് അയച്ചതിന് ശേഷം എനിക്ക് ഈ ഒരു മെസ്സേജ് എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ ഒരു മെസ്സേജിൽ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ആൻഡ്രോയിഡ് ഫോണാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ലോങ് പ്രസ് ചെയ്യല്ല വേണ്ടത്, ജസ്റ്റ് അതിലൊന്ന് ടച്ച് ചെയ്താൽ മതി. ഒരൊറ്റ പ്രാവശ്യം ടച്ച് ചെയ്യുമ്പോൾ തന്നെ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ കഴിയുന്നതായിരിക്കും. എന്തായാലും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇതിലോട്ട് എത്തുന്നതായിരിക്കും. ഇനി നമുക്ക് ഇവിടെ പുതിയ മെസ്സേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ സൈഡിലായിട്ട് ടിക്ക് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജ് എഡിറ്റ് ആവുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ എഡിറ്റഡ് എന്നുള്ളത് ഇവിടെ സൈഡിൽ എഴുതി കാണിക്കുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ടെലഗ്രാമിൽ മെസ്സേജസ് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ടെലഗ്രാമിൽ ഓൾറെഡി അയച്ചൊരു മെസ്സേജ് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.